മലപ്പുറം ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസ്, സ്കൂൾ തല സ്വദേശ് മെഗാ ക്വിസ് ഓഗസ്റ്റ് 6 എല്ലാവരും അതിനു വേണ്ടിയിട്ട് പഠിക്കുക. അതിനാവശ്യമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാഡം ഭിക്കാജി കാമ. സർവോദയ എന്ന പേരിൽ ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകം അൺ ടു ദ ലാസ്റ്റ്, ജോൺ റസ്കിനാണ് ഇത് എഴുതിയത്. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് എന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ഡിസംബർ 28. ക്വിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ്? തുളസീദാസ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റിനെയാണ്. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ആചാര്യ വിനോബ ഭാവെ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ്. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യയാണ്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക സരോജിനി നായിഡു. 63 ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ജതീന്ദ്രനാഥ് ബോസ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. 1899 ബുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാര്? ഗാന്ധിജി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. 1905 ബനാറസ് സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1905 ബനാറസ് സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. രാജ്യത്തിന് സ്വയം ഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി ആരാണ്? ബാലഗംഗാധര തിലക്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി രാജ്ഗുരു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതികാരമായി സർ മൈക്കൽ ഓഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്.
വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ലക്ഷ്മിബായ് അല്ലെങ്കിൽ ഝാൻസി റാണി. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ. ഒർലാൻഡോ മസോട്ട എന്ന പേരിൽ ജർമ്മനിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ലോകമിതവാദി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഗോപാൽ ഹരി ദേശ്മുഖ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. പഞ്ചാബിലെ നൗജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദാണ്. ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ ദേശീയ സേന എന്ന പേരിൽ 1943 സിംഗപ്പൂരിൽ ഒരു സേനാ വിഭാഗം സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്ത തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവ. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സോഴ്സ് സ്ഥാപിച്ചതാരാണ്? PC റോയ്. മഹാമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മദൻ മോഹൻ മാളവ്യ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി സർദാർ വല്ലഭായ് പട്ടേലാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെ. നാഷണൽ ഹൊറാൾഡ് പത്രത്തിന്റെ സ്ഥാപകനാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ C രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 18 ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി C ശങ്കരൻ നായർ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്നറിയപ്പെട്ടിരുന്നത്. ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? വിൻസൻ ചർച്ചിലാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാര്? മഹാത്മാഗാന്ധിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ നേതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും
രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുണ്ട്? 6 തവണ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരി താന്തിയ തോപ്പി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? MG റാനഡെ ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? C രാജഗോപാലാചാരി ആയിരുന്നു. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണം സാമ്പത്തിക ചോർച്ചയാണെന്ന് വിലയിരുത്തിയ ദേശീയ നേതാവാണ് ദാദാ സാഹിബ് നവറോജി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായ ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ അതും ആരാണ്? ദാദാ ഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് എന്നായിരുന്നു? 1931 മാർച്ച് 23 തൂക്കിക്കൊന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ യാത്രയെ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് നയിച്ചത് കെ കേളപ്പനായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനിയായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷാണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ബാലഗംഗാധര തിലകിൻ്റെതാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിലാണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രബോസ്. സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്.